നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ശബരിമല തന്ത്രി സ്ഥാനത്തു നിന്നും തന്നെ ഒഴിവാക്കി മകൻ കണ്ഠരര് ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കണം എന്ന ആവശ്യമുന്നയിച്ച് കണ്ഠരര് രാജീവര് കത്ത് നൽകിയിരിക്കെ തന്ത്രിക്കൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലകൊണ്ടേക്കും. തന്ത്രിയുടെ കത്ത് പരിഗണിച്ച് കണ്ഠരര് ബ്രഹ്മദത്തനെ തന്നെ തന്ത്രിയാക്കാനാണ് ദേവസ്വം ബോർഡ് നീക്കം. ബോർഡ് നിലപാട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കും. മന്ത്രി കെ മുരളീധരന്റെ എതിർപ്പ് തള്ളിയാണ് ബോർഡ് നിലപാട് എന്നതും ശ്രദ്ധേയമാണ്. തന്ത്രിയുടെ കത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയാകും കൈക്കൊള്ളുക. ബോർഡിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അവകാശം ദേവസ്വം വകുപ്പിന് വിട്ടു നൽകണമെന്നും മന്ത്രിക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്നും ഇന്നലെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഹൈക്കോടതി മുൻപാകെ അറിയിച്ച് മുന്നോട്ടു പോവുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. നിലവിൽ ശബരിമല തന്ത്രിസ്ഥാനത്തെ ചൊല്ലി വിവാദം നിലനിൽക്കെയാണ് ദേവസ്വം ബോർഡ് തീരുമാനം. താഴമൺ തന്ത്രി കുടുംബത്തിനൊപ്പം തന്നെയാണ് ദേവസ്വം ബോർഡ് എന്നാണ് ഈ ബോർഡ് ചർച്ചയിലെ തീരുമാനം സൂചിപ്പിക്കുന്നത്. ശബരിമല തന്ത്രിയാകാൻ ബ്രഹ്മദത്തൻ യോഗ്യനാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിച്ചത്. ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാൻ ബോർഡിന് വിരോധമില്ലെന്നും കോടതി നിരീക്ഷിക്കുന്ന കേസ് ആയതുകൊണ്ട് കോടതിയുടെ അഭിപ്രായം തേടുമെന്നും താഴമൺ കുടുംബത്തെ അപകീർത്തിപ്പെടേണ്ട ആവശ്യമില്ലെന്നുമാണ് ജയകുമാർ പറഞ്ഞത്. മുൻപ് തന്ത്രി കണ്ഠരര് മോഹനര് ഹണി ട്രാപ്പിൽ കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ മഹേഷ് മോഹനരെയാണ് തന്ത്രി സ്ഥാനത്ത് നിയോഗിച്ചത്. ഈ പരിഗണന തന്നെയാണ് ബോർഡ് കണ്ഠര രാജീവർക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രി കണ്ഠര രാജീവർക്ക് മകനെ തന്ത്രിയാക്കാനുള്ള പിന്തുണ നൽകുന്നത്. പക്ഷേ BJPയിൽ നിന്നും എതിർ സ്വരം ഉയർന്നിട്ടുണ്ടായിരുന്നു. താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമെന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയും അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെ ഇല്ലെന്നാണ് രാധാകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത്. എന്നാൽ രാധാകൃഷ്ണന്റെ ആവശ്യം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തള്ളിക്കളഞ്ഞിരുന്നു. KS രാധാകൃഷ്ണന്റേത് വ്യക്തിപരമായ പ്രസ്താവനയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. സംഘപരിവാറും കണ്ഠരര് രാജീവർക്കൊപ്പമാണ്. അദ്ദേഹം CPM നീക്കങ്ങളിൽ കരുവായി മാറി എന്നാണ് സംഘപരിവാർ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് രാജീവർക്ക് സംഘപരിവാർ പിന്തുണ തുടരുന്നത്. KS രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് സംഘപരിവാറിനുള്ളിൽ തന്നെ എതിർപ്പ് ശക്തവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ രാധാകൃഷ്ണനെ തള്ളിപ്പറഞ്ഞതും. എന്തായാലും തന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേത് തന്നെയാകും.